രാഹുൽ ഗാന്ധിയെ കാണാനില്ല. പതിവ് പോലെ. അത് നിസ്സാര കാര്യമല്ല. വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ബീഹാറിലെ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നതിന് മുമ്പേ കാണാനില്ല, വന്നതിന് ശേഷം പൊടി പോലും ഇല്ല. അതിന്റെ ഇടയിൽ ചില ചിത്രങ്ങളൊക്കെ കണ്ടു, ഒരു യുവതിക്കൊപ്പം യാത്ര ചെയ്യുന്നതിന്റെ. തോന്നണോ മലേഷ്യയിലെ സുഖവാസ കേന്ദ്രത്തിലായിരുന്നു. അറിയില്ല, ഒരു പെൺകുട്ടിയുമൊത്ത് നമ്മുടെ ഇവിടെ വിമാനത്താവളത്തിലാണെന്ന് തോന്നുന്നു. അപ്പൊ ആരാണിത് എന്നൊക്കെ മാധ്യമങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം എവിടെയാണ് സത്യത്തിൽ? ബീഹാറില് വോട്ട് ചോരി മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബുള്ളറ്റിൽ സഞ്ചരിച്ച് അവിടെ മുഴുവൻ ഉഴുതു മറിച്ചിട്ട് എല്ലാം ഇപ്പൊ ഞങ്ങൾ ബുള്ളറ്റ് പോയിടത്ത് ഇപ്പൊ പുല്ലില്ല. അതുപോലെയാണ് പുള്ളി. വോട്ടെടുപ്പ് വന്നതോടുകൂടി വോട്ടിന്റെ കൗണ്ടിങ് അതുവരെ ഉണ്ടായിരുന്നു. വോട്ടിങ്ങിന്റെ കൗണ്ടിങ് വന്നതോടുകൂടി പതിവ് പോലെ മറ്റെല്ലാ ഉത്തരവാദിത്തപ്പെട്ടവർ സ്ഥലത്ത് തങ്ങേണ്ട സമയങ്ങളിലും മുങ്ങുന്നത് പോലെ ഈ പ്രാവശ്യം ഒരു മുങ്ങി. ഒരു പിടിയില്ല. ബീഹാറിൽ നേരത്തെ ഒരു കുളത്തിൽ മുങ്ങിയായിരുന്നു പുള്ളി, ചൂണ്ടയിടാനാണെന്നും പറഞ്ഞ്. അങ്ങനെ വലിയ ഷോകളൊക്കെ താനും തേജസ്വിയും കൂടെ ജയിക്കും, മുഖ്യമന്ത്രി പദം ഞങ്ങൾക്ക് വേണോ അവർക്ക് വേണമെന്ന് ഉള്ളതിലെ പുള്ളിക്ക് സന്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഭൂരിപക്ഷം കോൺഗ്രസിനായിരിക്കുമോ തേജസ്വിയുടെ പാർട്ടിക്കായിരിക്കുമോ? അതാണ് പത്രക്കാർ അവിടെ വെച്ച് ചോദിച്ചു, ആരായിരിക്കും? തേജസ്വി ആയിരിക്കും മുഖ്യമന്ത്രി. അത് ഞങ്ങൾക്ക് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതിയുണ്ട്, ആ രീതി അനുസരിച്ചായിരിക്കും എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിയാൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അവിടെ വരും എന്നുള്ള മട്ടിലൊക്കെ വീരവാദങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങ് ജയിക്കുമെന്ന് അങ്ങ് ഉറപ്പിച്ചു വെച്ചിരുന്നു. ഇപ്പം മോദി പോയി, കേന്ദ്ര ഗവൺമെൻറ് പോയി എന്നൊക്കെ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായിട്ട് ആ രാജകുമാരൻ ഇപ്പം എവിടാ പോയെന്നറിയത്തില്ല. ഈ ഇതുണ്ടല്ലോ, വോട്ട് ചോരി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയത് മലേഷ്യയിലാണ്, സുഖവാസ കേന്ദ്രങ്ങളിൽ, ഏറ്റവും പണക്കാർക്ക് മാത്രം താമസിക്കാൻ പറ്റുന്ന സുഖവാസ കേന്ദ്രത്തിൽ. അവിടെ ബുള്ളറ്റില്ല, വേറൊരു ബൈക്കിൽ പ്രിയ കാമുകിയുമായിട്ട് അദ്ദേഹം ഒളിച്ചോടുന്ന ദൃശ്യങ്ങൾ ഏതോ ഒരു ക്യാമറ പിടിച്ചെടുത്ത് നമുക്ക് ദൃശ്യങ്ങൾ കിട്ടി. പിന്നെ പോയത് കൊളംബിയയിലാണ്. മാഫിയ, അതായത് മയക്കുമരുന്ന് മാഫിയ രാജാവിൻ്റെ മകൾ ആണ് അവിടെ അദ്ദേഹത്തിന് കാമുകിയായിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം എങ്ങോട്ടാണ് പോയത്? ഇനി മൂന്നാമതൊരു അജ്ഞാത കേന്ദ്രമുണ്ടോ എന്ന് നമുക്കറിയില്ല. ഏത് കേന്ദ്രത്തിലായാലും പോയ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ കാര്യം. പക്ഷേ പ്രമുഖനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായതുകൊണ്ട് നമുക്ക് കൂടെ ഒന്നറിയാൻ കൊള്ളാം എന്നൊരു താല്പര്യമുണ്ട്. മറ്റു കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എവിടെയാണ് അങ്ങ്? ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണല്ലോ. ഇവിടെയൊക്കെ ഭീകരവാദികളുടെ ഒരു നിരന്തരമായിട്ടുള്ള ആക്രമണം ഈ രാജ്യത്തെ പൗരന്മാരും ജനങ്ങളുമൊക്കെ നേരിടുന്ന സന്ദർഭമാണല്ലോ. അതിനെക്കുറിച്ച് അങ്ങൊന്നും പറഞ്ഞു കണ്ടില്ല. അവിടെ ഒരു മുസ്ലിം കൂടിയാണ് മരിച്ചത്. ഇവിടെ ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപം അങ്ങയുടെ പൂർവ്വപിതാക്കന്മാർ, അതുപോലെ തന്നെ പിതാമഹന്മാർ ഒക്കെ ചെങ്കുടി ഉയർത്തി ഇന്ത്യയുടെ അഭിമാനം ആകാശത്തോളം ഉയർത്തിയ സ്ഥലത്തെ അതൊക്കെ നടന്നിട്ട് അങ്ങയുടെ ഒരു പ്രതികരണമൊന്നും കണ്ടില്ല. അങ്ങ് വോട്ട് ചോരി എന്ന് പറയുന്ന മന്ത്രത്തിൽ ആമഗ്നനായി പോയോ എന്നറിയില്ല. എവിടെയാണെന്ന് ഈ നാട്ടിലെ 140 കോടി ജനങ്ങൾക്ക് അറിയാനൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അവകാശമുണ്ടോ? ചിലപ്പോൾ അവകാശങ്ങളെല്ലാം രാജകുമാരനല്ലേ അങ്ങ്? അവകാശങ്ങളെല്ലാം അങ്ങയുടെ കയ്യിലല്ലേ? ഞങ്ങൾക്ക് അവകാശങ്ങളില്ലായിരിക്കും. എന്തായാലും പോട്ടെ. ഇപ്പോൾ ശശി തരൂർ വീണ്ടും ആഞ്ഞടിച്ചിരിക്കുക. ബീഹാറിലെ പരാജയത്തിൻ്റെ കാര്യം അവിടെ പ്രചാരണത്തിന് പോയവർ ആരാ പ്രചാരണത്തിന് മുമ്പിൽ നിന്ന്? ഏറ്റവും മുമ്പിൽ നിന്നത് രാഹുൽ ഗാന്ധി തന്നെയാണ്. എന്തായിരുന്നു മുദ്രാവാക്യം? വോട്ട് ചോരി. അശോക് ഗെഹ്ലോട്ട് എന്ന് പറയുന്ന രാജസ്ഥാൻ്റെ മുൻ മുഖ്യമന്ത്രി, നല്ല കഴിവുറ്റ ഭരണാധികാരി, ഹൈക്കമാൻഡിനെ പോലും ധിക്കരിക്കാൻ കഴിവ് കാട്ടിയ ഒരാളാണ് അദ്ദേഹം. അത് നമുക്കറിയാമല്ലോ ചരിത്രം. മുഖ്യമന്ത്രി പദം രാജിവെച്ചിട്ട് നിങ്ങൾ ഹൈക്കമാൻഡിലേക്ക് വരൂ എന്നാൽ അത് ഹൈക്കമാൻഡ് തീരുമാനിച്ചു. അദ്ദേഹം രാജിവെക്കുന്നു, അവിടെ പകരം സച്ചിൻ പൈലറ്റിനെ അവിടെ മുഖ്യമന്ത്രിയാക്കുന്നു. നിങ്ങളിങ്ങ് പോരും, നിങ്ങൾ തമ്മിൽ എപ്പോഴും പോരാണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിച്ചത് ഇപ്പം മനസ്സില്ലെന്ന് പറഞ്ഞു. അതാണ് അശോക് ഗെഹ്ലോട്ട്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, എന്താ വോട്ട് ചോരി, എന്തൊന്നാ കുന്തമത് എന്ന് പറഞ്ഞാൽ ഒരാൾ ശശി തരൂർ രാഹുൽ ഗാന്ധി എന്നുള്ള വ്യക്തിയെ വിമർശിച്ചിരിക്കുന്നു. മറ്റൊരു ഹൈക്കമാൻഡ് തന്നെയായ അശോക് ഗെഹ്ലോട്ട് പറഞ്ഞിരിക്കുന്നു, ഈ മുദ്രാവാക്യം പൊട്ടയാണ്, ചീറ്റിപ്പോവാൻ കാരണം അതാണ്, തോറ്റുപോകാൻ കാരണം അതാണെന്ന്. മുതിർന്ന നേതാക്കളുടെ എല്ലാ ശബ്ദവും ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിതാണ്, മുതിർന്നവരുടെ ഒന്നും അഭിപ്രായം ചോദിക്കാതെ പോയതുകൊണ്ടാണ് അവരെ ഇതിൽ പങ്കെടുപ്പിക്കാതെ. പ്രചാരണത്തിൽ അവരെ പങ്കെടുത്തില്ല, വൃദ്ധന്മാരല്ലേ, ഞങ്ങളെപ്പോലുള്ള നല്ല മസിലുള്ള ചെറുപ്പക്കാർ മതി ഇതിനെന്ന് പറഞ്ഞിട്ട് അവിടെ പോയതുകൊണ്ടാണ് ഈ പരാജയം എന്ന് കുറ്റപ്പെടുത്താൻ ഇപ്പം ധൈര്യം കാണിച്ചിരിക്കുന്നു. പണ്ട്
ധൈര്യം കാണിക്കാത്തവർ. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ കാര്യം അത്ര ഭദ്രം തന്നെയല്ല. നരേന്ദ്രമോദി വിജയാഹ്ലാദ പ്രകടനം ഉണ്ടായി ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹിയിൽ പാർട്ടി ആസ്ഥാനത്ത്. അവിടെ വെച്ച് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹത്തിന് എന്തെങ്കിലും ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടാതെ അങ്ങനെയൊന്നും ഒരു പ്രധാനമന്ത്രി പറയില്ല. അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് പിളരാൻ പോകുന്നു. അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, കോൺഗ്രസിന് അത് സംഭവിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാമല്ലോ, ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഉരുക്കു വനിതയുടെ കാലത്ത് പോലും അവർ അടിയന്തരാവസ്ഥ കാലത്ത് പൊട്ടി പാളീസായപ്പോൾ വിമത ശബ്ദങ്ങൾ ഉയർന്നു. അതിലൊരു വിമത ശബ്ദമായിരുന്നു AK ആന്റണി, ഇപ്പോഴത്തെ കോൺഗ്രസ്സുകാരൻ. അതുപോലെ ദേവരാജ് അരശ്, കർണാടക മുഖ്യമന്ത്രിയായിരുന്ന കഴിവുറ്റ ഭരണാധികാരി. അതുപോലെ രാമകൃഷ്ണ ഹെഗ്ഡെ, അദ്ദേഹവും മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ വന്നതാണല്ലോ. അത് സോണിയാഗാന്ധിയുടെ കാലത്ത് NCP നേതാവ് വന്നത് സോണിയാഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായമുണ്ട്. അപ്പോൾ അല്ല, ശരത് പവാറും കോൺഗ്രസ് യുവിൻ്റെ ആളായിരുന്നു. മഹാരാഷ്ട്രയിൽ കോൺഗ്രസിനെ എതിർത്ത് മുഖ്യമന്ത്രിയായിട്ട് വരാൻ ശക്തി കാണിച്ച ആളാണ് ശരത് പവാർ. അങ്ങനെയാണ് PC ചാക്കോ അദ്ദേഹത്തിൻ്റെ കൂടെ പോകുന്നത് ആ കാലത്ത്. അതാണ് എൻ്റെ ചരിത്രം. ശരിയാണ്, അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ അങ്ങനെ കോൺഗ്രസ് വിട്ട് ഒരുപാട് പേര് പോയി. ഈ രാഹുൽ ഗാന്ധിയുടെ കാലത്ത് അത് സംഭവിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം അടിക്കടി പരാജയം, ഈ ബീഹാറിലെ പരാജയം എന്ന് പറഞ്ഞാൽ നാണക്കെട്ട പരാജയമല്ലേ. കൂട്ടുകക്ഷികൾ ഉണ്ടായിട്ടും സിംഗിൾ ഡിജിറ്റിലേക്ക് കോൺഗ്രസിനെ ഒതുക്കിയില്ല. ഇതിപ്പരം ഒരു നാണക്കേടുണ്ടോ? എത്ര പേരാ തോറ്റിരിക്കുന്നത്, അമ്പിയിരിക്കുന്നത്. ഇവർ വല്ലതും ഇനിയും കോൺഗ്രസ്സിൽ കാണുമോ? അടിത്തറ പോയി കഴിഞ്ഞു കോൺഗ്രസ്സിന്. തേജസ്വി യാദവിന് അത്രയും പോയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ വോട്ട് ബേസ് നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അത്ര വമ്പൻ ഒരു പരാജയം ആ വങ്കൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി മൂലം കോൺഗ്രസ്സിന് സംഭവിച്ചിരിക്കുന്നു. രാജ്യസഭയിൽ ഇനി സീറ്റ് കാണുന്നു. ഇവർ എന്നായിരുന്നെങ്കിൽ ഒരു രാജ്യസഭാ സീറ്റെങ്കിലും കൂടി കൂട്ടാമായിരുന്നു. കുറേ പേരെങ്കിലും പഴയ സ്റ്റാറ്റസ് കോ നിലനിർത്തിയിരുന്നെങ്കിൽ. അതുമില്ല. ആകപ്പാടെ പാർട്ടി സംഘടനാപരമായിട്ടുള്ള വലിയൊരു പ്രതിസന്ധിയിലാണ്. അതിൻ്റെ അർത്ഥം വോട്ട് ചോരി മുദ്രാവാക്യം ഇലക്ഷൻ കമ്മീഷന് ഇന്ത്യയുടെ ഭരണഘടനയും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയത് വലിയൊരു തെറ്റായി പോയി എന്ന് തന്നെയാണ് ജനങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന പാഠം. അത് ഏശിയില്ലെന്ന് മാത്രമല്ല, അത് തിരിച്ചടിയായി. ഏശാൻ ചെയ്തത് തിരിച്ചടിയായിട്ട് തീർന്ന ഒരു വലിയ സംഭവമാണ് ഇതിനകത്ത് നടന്നിട്ടുള്ളത്. അങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു തകർച്ചയുടെ ആരംഭം ഇപ്പോഴാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഗ്രസ് കുടുംബം എന്ന് പറഞ്ഞാൽ നെഹ്റു കുടുംബത്തിലെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ് നെഹ്റുവിൻ്റെ അതെ അല്ലേ, എല്ലാ വർഷവും നടക്കാറുള്ള ജന്മവാർഷികം എന്ന് പറയുന്നത്. അവരെ ഒരുമിപ്പിക്കുന്ന ഒന്നാണ്. നമ്മളെല്ലാവരെയും ഒരുമിച്ച് കാണാറുണ്ട്, പതിവായിട്ട് കാണാറുണ്ട് പണ്ട് മുതലേ. പക്ഷേ ഈ പ്രാവശ്യം നെഹ്റുവിൻ്റെ 136ാമത് ജന്മവാർഷികത്തിൽ രാഹുൽ ഗാന്ധി പങ്കെടുത്ത്. രാഹുൽ ഗാന്ധിയെ കാണാനില്ല, രാഹുൽ ഗാന്ധി ഇല്ലായിരുന്നു. KC വേണുഗോപാൽ അതുപോലെ തന്നെ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം ഉണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി അതിലില്ല. സോണിയാഗാന്ധി ഉണ്ട്, സോണിയാഗാന്ധി പുഷ്പാർച്ചന നടത്തുന്നുണ്ട്. അപ്പോൾ ഇത് ദിവസം ഒരിക്കലും മറക്കാറില്ല. നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ ശ്രാദ്ധം കൂട്ടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആ ഡേറ്റ് തെറ്റാറുണ്ടോ? പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം വല്ലതും ആണെങ്കിൽ ഒരു എക്സ്ക്യൂസാണ്. ഇവിടെ തെരഞ്ഞെടുപ്പും കഴിഞ്ഞു, ഫലവും വന്നു, അത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിനെ കാണാനില്ല. അദ്ദേഹത്തിൻ്റെ മിണ്ടാട്ടവും ഇല്ല, ശരീരം മാത്രമല്ല ശാരീരവും ഇല്ല എന്നൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എവിടെയാണെന്നും അറിയാൻ വയ്യ. അങ്ങനൊരു പരുവത്തിലാണ് അദ്ദേഹം. മിക്കവാറും ഈ സമയത്ത് അദ്ദേഹം ചെയ്യാറുള്ളത് പോലെ കാമുകിമാരോടൊപ്പം സല്ലാപത്തിലേർപ്പെട്ടിരിക്കുകയായിരിക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. പക്ഷേ ഇതറിയാനൊരു ജനങ്ങൾക്കൊരു അവകാശമെന്ന് പറയുന്നത് അതും കൂടി നിഷേധിച്ചിരിക്കുകയാണ് അദ്ദേഹം. പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തം പോലും വഹിക്കാൻ താൻ യോഗ്യനല്ല എന്ന് അതുവഴി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ നേതാവ്. കോൺഗ്രസിൻ്റെ അന്ധകനായിട്ട് വന്നു. വോട്ട് ചോരിയാണ് പരാജയത്തിൻ്റെ കാര്യമെന്ന് പറയുന്നു. പക്ഷേ വോട്ട് ചോരി അല്ല കാരണം, രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടിട്ടത്. കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയെ മാറ്റിക്കൊണ്ടൊരു നീക്കം നടക്കുമെന്ന് തോന്നുന്നുണ്ടോ സാറിന്? നെഹ്റു കുടുംബത്തിൽ ആളിനെ മാറ്റി നിർത്തിക്കൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. നെഹ്റു കുടുംബത്തിൽ ഇനി ഇഷ്ടം പോലെ ആൾക്കാർ ഇതിലെ ഭൈമീ കാമുകന്മാരായിട്ടുണ്ട്. അല്ല, ഇപ്പൊ തന്നെ പ്രിയങ്ക ഗാന്ധിയുടെ മകൻ റായൻ അല്ലേ വരികയാണ് എന്ന് കേൾക്കുന്നു. അപ്പോ കുടുംബാധിപത്യം നിലനിർത്താൻ തന്നെയാണ് ആ നീക്കം നടത്തുന്നത്. അതിന്റെ ഇടയിൽ വാദ്രയും വരുന്നു എന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ കുടുംബാധിപത്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ വിരുദ്ധമായിട്ട് ഗെഹ്ലോട്ടും തരൂരും ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഒരു മാറ്റം ഉണ്ടാകണമെന്നില്ലല്ലോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
അല്ല, മാറ്റം വരാനിപ്പോൾ ഈ നെഹ്റു കുടുംബം വേണമെന്നില്ല. നെഹ്റു കുടുംബത്തിനെ തള്ളിക്കൊണ്ട് തന്നെയാണ് അന്ന് ഈ ദേവരാജ് അരശോ, പിന്നെ ശരത് പവാറൊക്കെ പുറത്തു പോയത്. AK ആന്റണി പോലും പൊളിറ്റിക്കൽ സ്റ്റഡി നടത്തുന്ന ആളാണ് AK ആന്റണി. അന്ന് ഉറച്ചു നിന്ന ആളാണ് K കരുണാകരൻ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നെഹ്റു കുടുംബത്തെ ഇതിനേക്കാൾ എത്രയോ ശക്തയായ വനിതയായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. എത്ര തന്നെ പ്രധാനമന്ത്രിയായിരുന്ന ആളാണ്. നെഹ്റു കുടുംബത്തിൽ പ്രധാനമന്ത്രിയായിട്ടിരുന്ന ആരെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ഇല്ല, അവശേഷിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ മാത്രമാണ്. അവർക്ക് ഇത്രയും വലിയ കരിഷ്മയൊന്നുമില്ല. ഇന്ദിരാഗാന്ധിക്ക് നല്ല കരിഷ്മാറ്റിക് ലീഡർ എന്നാണ് അവർ. അതുപോലെ തന്നെ അയൺ ലേഡി, ഉരുക്കു വനിത, ഗോൾഡ മേയറിനേക്കാൾ വലിയ ശക്തിയുള്ള ഉരുക്കു വനിതയായിരുന്നു. അതിപ്പോൾ സിരിമാവോ ഭണ്ഡാരനായേക്കാളും വലിയ ഉരുക്കു വനിതയായിട്ടാണ് അവർ വായിക്കപ്പെട്ടത് ലോകമെങ്ങും. അപ്പോൾ അത്രയൊരു പ്രഭാവമുള്ള ഒരാളും ഇല്ല. ഇപ്പോൾ പിളരുക എന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം എന്താണെന്നറിയാമോ? നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയണ്ട. അതിൻ്റെ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആ പാർട്ടിയിൽ നിന്ന് മത്സരിച്ചാൽ ഉത്തരേന്ത്യയിൽ എങ്ങും ജയിക്കാൻ പോകുന്നില്ലെന്നേ. കേരളത്തിൽ ഇപ്പോൾ കണ്ടറിയാം ആ പരുവത്തിലാണ് പാർട്ടി. ഇനി അങ്ങനൊരു പാർട്ടി, ഈ പാർലമെൻ്ററി വ്യാമോഹമുള്ളവരാണ് കോൺഗ്രസിലേക്ക് കുടിയേറുന്നത്. അല്ലാതെ പിന്നെ കർമ്മണ്യേ വാധികാരേഷു മാഫലേഷു കഥാചനും അല്ല അവിടെ തത്വം. ഫലവിച്ചിച്ച് തന്നെ പോകുന്നവരാണ്. അപ്പോൾ അവരെ നിരാശരാക്കുന്ന ഫലങ്ങളാണ് കണ്ടത്. അപ്പോൾ ഉറപ്പാണ് ഇങ്ങനെ സംഭവിക്കുമ്പോൾ പാർട്ടി പിളരും. അങ്ങനെയാണ് പാർട്ടികൾ പിളർന്ന ചരിത്രമുള്ളത് സാധാരണ. അത് സംഭവിക്കുവാനുള്ള സാധ്യത സംഭവിക്കാത്തതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.